ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് കുറച്ച് കക്കയിറച്ചി ഉലർത്തുണ്ടാക്കിയാലോ. അതിനായി നമുക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള, കറിവേപ്പില, കക്കയിറച്ചി കഴുകി വെച്ചിരിക്കുന്നു. പിന്നെ പൊടികളും മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി. നമുക്ക് ചട്ടി അടുപ്പ് വെച്ച് എണ്ണ ഒഴിച്ച് കടുകിടാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക് ഇട്ട് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. ചെറുതായി ഒന്ന് വാടി കഴിയുമ്പോൾ നമുക്ക് തേങ്ങാക്കൊത്തിടാം. തേങ്ങാക്കൊത്തുമിട്ട് ഒന്നുകൂടെ ഇളക്കാം. ഇനി നമുക്ക് സവാള ഇടാം. സവാള ഇട്ട് നമുക്ക് ഇത്തിരി ഉപ്പിട്ട് ഇളക്കി യോജിപ്പിക്കാം. ചെറുതായി ഒന്ന് വാടി കഴിയുമ്പോൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എന്നിട്ട് ഇളക്കാം. ഇത്തിരി ഗരം മസാലയും കൂടി ഇട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് കക്കയിറച്ചിയിട്ട് ഇളക്കി കൊടുക്കാം. കക്കയിറച്ചിയിട്ട് അരപ്പൊന്നുകൂടെ മൂത്ത് എല്ലാം കഴിയുമ്പോൾ നന്നായിട്ട് കക്കയിറച്ചിയിട്ട് മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പുമൊക്കെ ചേർത്ത് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്കത് മൂടി വെച്ച് വേവിക്കാം. ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് മൂടി തുറന്ന് ഇളക്കി യോജിപ്പിക്കാം. ഒന്നും കൂടി ഇളക്കി ഇട്ട് കൊടുക്കാം. നമുക്ക് മൂടി തുറന്ന് ഒന്നും കൂടിയൊക്കെ ഇളക്കി കൊടുക്കാം. ഒന്നും കൂടിയൊക്കെ ഇളക്കി വരണ്ട് ആ വെള്ളമയമൊക്കെ ഒന്ന് മാറി ഒന്നുകൂടെ ഉലർന്ന് വരുമ്പോഴേക്കും നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടിയാണ് കക്കയിറച്ചിക്ക് ഏറെ അത്യാവശ്യം. ഇനി നമുക്ക് കക്കയിറച്ചി നല്ല ഫ്രൈ ആകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം കക്കയിറച്ചി ഫ്രൈ നല്ല സൂപ്പറായിട്ട് ഉലർന്ന് റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.